ചാവക്കാട് മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ വിളംബരമായ മുട്ടംവിളിയുമായി ഉസ്താദ് മുഹമ്മദ് ഹുസൈനും സംഘവും ഒരിക്കൽ കൂടി മണത്തലയിലെത്തി. തുടർച്ചയായി 53ാമത്തെ വർഷമാണ് മണത്തല നേർച്ചയുടെ മുട്ടംവിളക്ക് പാലക്കാട് കണ്ണമ്പ്ര ഉസ്താദ് മുഹമ്മദ് ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ബദരിയ മുട്ടംവിളി സംഘം എത്തുന്നത്. പ്രസിദ്ധമായ ചാവക്കാട് മണത്തല നേർച്ചയ്ക്ക് കൊടിയേറിയാൽ പിന്നെ നേർച്ച അവസാനിക്കുന്നതുവരെ ഉസ്താദ് ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ബദരിയ മുട്ടുംവിളി സംഘം ചാവക്കാട് തന്നെയുണ്ടാകും. പ്രദേശത്തെ ഓരോ വീടുകളിലും കയറിയിറങ്ങി മുട്ടുംവിളിയുമായി ഉസ്താദ് ഹുസൈനും സംഘവും ചുറ്റിക്കറങ്ങും. മണത്തല ചന്ദനക്കുളം നേർച്ചയിൽ 53 വർഷം പിന്നിട്ടതിന്റെ നിറവിലാണ് ഇന്ന് ഉസ്താദ് ഹുസൈൻ. 16ാം വയസ്സിലാണ് ആദ്യമായി മുട്ടുംവിളിക്കായി മണത്തലയിലെത്തിയതെന്ന് ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ ഓർത്തെടുക്കുന്നു. പിന്നെ ഒരു വർഷം പോലും മുടങ്ങിയിട്ടില്ല. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിനൊത്ത മുട്ടുംവിളിയുമായി മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ വരവറിയിച്ച് നാടുചുറ്റും. മഹാകവി മൊയ്യീൻകുട്ടി വൈദ്യരുൾപ്പെടെ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിനൊത്താണ് മുട്ടുംവിളി സംഘം ഇശലുകൾ തീർക്കുക. ഉസ്താദ് ഉൾപ്പെടെ 6 പേരാണ് സംഘത്തിലുള്ളത്. ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ ചീനിയിൽ സംഗീതം പൊഴിക്കുമ്പോൾ മക്കളിലൊരാളായ അബൂബക്കർ സിദ്ദിഖും മകളുടെ മകനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി അൽഷാം മുർഷിലും അബ്ദുൾ റഹ്മാൻ ഒറ്റയിലും മുഹമ്മദ് കുട്ടി അറബനയിലും ഇസ്മായിൽ ഡോളിലും താളമിടും. നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കൊപ്പവും ഉസ്താദിന്റെ മുട്ടുംവിളി സംഘം ഉണ്ടാവും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.